ടീച്ചറെ ഇന്ന് പത്രിക സമർപ്പിച്ചു. എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ? പ്രത്യേകിച്ച് വടകരയിൽ അടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇന്ന് ഇപ്പോൾ 11:30 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടകരയിൽ നല്ല വിജയപ്രതീക്ഷയാണ്. കടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ മത്സരം എല്ലായിടത്തും മത്സരം തന്നെയാണ്. പക്ഷേ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളെ കാണാൻ തുടങ്ങിയിരുന്നു. ഒരു 3 തവണ നിയോജക മണ്ഡലത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളാണല്ലോ. 7 അസംബ്ലി മണ്ഡലങ്ങളിലും 2-3 തവണ പര്യടനം നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എത്തിയെന്ന് പറയാൻ പറ്റില്ല, കാരണം പാർലമെൻറ്റ് മണ്ഡലം വളരെ വിസ്തൃതമാണ്. എങ്കിലും കുറേയേറെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കുറേയേറെ പരിപാടികൾ ഇതൊക്കെ നടത്തി മണ്ഡലത്തിലാകെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ധാരാളം സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും എല്ലാം ഒരുപോലെ വളരെ ആവേശപൂർവ്വമായിട്ട് പങ്കെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തുടക്കത്തിലെ അങ്ങനെയാണ്. ഇപ്പോൾ അത് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. അതെ അതെ, ഞാനതിന് മറുപടി പറഞ്ഞതാണ്. അത്തരത്തിൽ വളരെ വൃത്തികെട്ട ചില പ്രയോഗങ്ങൾ കണ്ടപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പരാതി നിയമപരമായിട്ട് നോക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ഒരു കോടതി ഉണ്ടല്ലോ, ജനങ്ങളാണ് ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ട് അത്തരം അപവാദ പ്രചരണങ്ങൾ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അവരതിനെ പ്രതികരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് അതെ, അത് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ നവമാധ്യമങ്ങൾ കാണുന്നില്ലല്ലോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആളുകൾ അത് വാച്ച് ചെയ്യുന്നുണ്ട്. എന്നോട് അതിന് ശേഷം പറഞ്ഞിട്ടില്ല. തുടരും എന്നുള്ള സൂചന അവർ ചില ഭാഗത്ത് പറഞ്ഞിരുന്നു. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ പറയട്ടെ. അവർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. അവരതിന് പ്രതികരിച്ചുകൊള്ളൂ.